ഡയമണ്ട്സ്, എരമല്ലൂർ, വടതല. കേരള കലാമണ്ഡലം സെന്റർ ഫോർ പെർഫോമൻസ് ആൻഡ് ഔട്ട്റീച്ച് ദീപാവലി സമ്മാനമായി ഫോർട്ട് കൊച്ചിയിൽ ആരംഭിച്ചു. മന്ത്രി സജി ചെറിയാൻ ഉദ്ഘാടനം ചെയ്തു. കേരള കലാമണ്ഡലം സെന്റർ ഫോർ പെർഫോമൻസ് ആൻഡ് ഔട്ട്റീച്ച് ഫോർട്ട് കൊച്ചിയിൽ ആരംഭിച്ചു. ഫിഷറീസ്, സാംസ്കാരിക യുവജനകാര്യ വകുപ്പ് മന്ത്രി സജി ചെറിയാൻ ഉദ്ഘാടനം ചെയ്തു. കലാമണ്ഡലം സ്ഥാപിക്കാൻ വേണ്ടി മുൻകൈയെടുത്തു. കേരള കലാമണ്ഡലം ഒരു ലോകപ്രസിദ്ധമായ ഒരു സാർവദേശീയ ഐക്കോണായി വളർത്തിയെടുക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് അതിന് തുടക്കം കുറിച്ചത്. എന്നാൽ ആ ലക്ഷ്യത്തിലേക്ക് നമുക്ക് എത്താൻ ഇനിയും ഒരുപാട് പടവുകൾ കയറേണ്ടതായിട്ടുണ്ട്. ആ ലക്ഷ്യം സാക്ഷാത്കരിക്കാനാണ് 2021 പിണറായി വിജയൻ ഗവൺമെൻറ് അധികാരത്തിൽ വന്നതിന് ശേഷം സാംസ്കാരിക വകുപ്പ് കുറേ നടപടികൾ സ്വീകരിച്ചു. 2016 ബഹുമാനപ്പെട്ട AK ബാലൻ മുൻകൈയെടുത്തുകൊണ്ടും കലാമണ്ഡലത്തിൻ്റെ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കാനുള്ള നല്ല തുടക്കമാണ് കുറിച്ചത്. അതിന്റെ ഭാഗമായി കലാമണ്ഡലത്തിന്റെ പ്രവർത്തനം KJ മാക്സി MLA ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ഫോർട്ട് കൊച്ചിയെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, പൗരാണിക നഗരമെന്ന നിലക്ക് ഒരുപാട് വിദേശ ആധിപത്യങ്ങൾ കടന്നുപോയ ഒരു പ്രദേശമെന്ന നിലക്ക് ലോകത്തെമ്പാടുമുള്ള ജനവിഭാഗങ്ങൾ വരുന്നൊരു പ്രദേശമാണ് ഫോർട്ട് കൊച്ചി. അവരെല്ലാം വരുമ്പോൾ അവർക്കെല്ലാം ഇത്തരം കലകൾ, കഥകളിയും മോഹിനിയാട്ടവും ഭരതനാട്യവുമുള്ള ഇത്തരം കലകൾ ആസ്വദിക്കാനുള്ള വലിയ അവസരമാണ് ഇവിടെ എല്ലാവർക്കും ഇന്നു മുതൽ തുടക്കം കുറിക്കുന്നത്. ഹൈബിയൻ MP പ്രൊഫസർ B അനന്തകൃഷ്ണൻ, ഡോക്ടർ പത്മശ്രീ കലാമണ്ഡലം ഗോപി, പത്മശ്രീ കലാമണ്ഡലം ശിവൻ നമ്പൂതിരി, പത്മശ്രീ കലാമണ്ഡലം ക്ഷേമാവതി, ഡോക്ടർ രാജേഷ് കുമാർ, ഡോക്ടർ KG പൗലോസ് എന്നിവർ പങ്കെടുത്തു. എന്നാൽ ലോകത്തിലെ മുഴുവൻ കലാപ്രേമികൾക്കും വലിയ ഒരു കലയുടെ സർഗശേഷിയുടെ ഒരു പ്ലാറ്റ്ഫോമായി മാറിയിട്ടുള്ള സ്ഥാപനം, അത് പൈതൃക നഗരിയായ പൗരാണികതയുടെ വലിയ അടയാളങ്ങളുള്ള ഫോർട്ട് കൊച്ചിയിലേക്ക് കടന്നു വരുന്നത്. ഫോർട്ട് കൊച്ചി, ഞാൻ ബഹുമാന്യനായ മന്ത്രിയോട് പറയുകയായിരുന്നു, ട്രിപ്പ് അഡ്വൈസറുടെ ലിസ്റ്റിലും ലോൺലി പ്ലാനറ്റ് എന്ന് പറയുന്ന ഇൻ്റർനാഷണൽ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ മാഗസിൻസിലും മസ്റ്റ് വിസിറ്റ് ലോകത്തിലെ 50 നഗരങ്ങളിൽ ഒന്നായി അടയാളപ്പെടുത്തുന്നത് ഇന്ത്യയിൽ നിന്നുള്ള ഒരേ ഒരു നഗരമാണ്. അത് എടുത്തു പറയുന്നത് ഫോർട്ട് കൊച്ചി എന്ന ഡെസ്റ്റിനേഷൻ തന്നെയാണ്. ഇത് കുറേ കാലം മുമ്പേ തുടങ്ങേണ്ടതായിരുന്നു. അതായത് നമ്മളുടെ കേരള കലാമണ്ഡലത്തിൽ ഈ വിദേശികളായ ടൂറിസ്റ്റുകൾ വന്നിട്ട് അവർക്ക് പരിപാടി കാണണം എന്ന് വിചാരിച്ചാൽ എല്ലാ കലകളും നിറഞ്ഞിട്ടുള്ള കലാമണ്ഡലത്തിൽ വന്ന് കാണാനുള്ള അസൗകര്യം കുറച്ച് കൂടുതലാണ്. അപ്പോൾ ഈ കലകളെ എല്ലാം നേരിട്ട് കാണാനും അത് ആസ്വദിക്കാനും വേണ്ട വിധം അത് കലാമണ്ഡലത്തിൽ ചെയ്യുന്ന മാതിരി തന്നെ കേരളത്തിലെ പാരമ്പര്യ കലാരൂപങ്ങളായ കഥകളി, കൂടിയാട്ടം, മോഹിനിയാട്ടം തുടങ്ങിയവയുടെ പരിപോഷണത്തിനും പ്രചാരണത്തിനും ഫോർട്ട് കൊച്ചിയിൽ പുതിയതായി സ്ഥാപിച്ച കേരള കലാമണ്ഡലം സെന്റർ ഫോർ പെർഫോമൻസ് ആൻഡ് ഔട്ട്റീച്ച് വഴി സാധിക്കും. ഫോർട്ട് കൊച്ചി കമലക്കടവിലാണ് സ്ഥാപിതമായിരിക്കുന്നത്. കൊച്ചി മണ്ഡലത്തിലെ അക്ഷരദീപം പ്രൊജക്റ്റിൽ ഉൾപ്പെടുന്ന കുട്ടികൾക്ക് കഥകളി, കൂടിയാട്ടം, മോഹിനിയാട്ടം എന്നിവ പരിശീലിപ്പിക്കുവാൻ കലാമണ്ഡലം കൊച്ചി സെന്റർ സന്നദ്ധത പ്രകടിപ്പിച്ചിട്ടുണ്ട്. ഇതിന്റെ ഭാഗമായി ചെണ്ട, തബല പോലുള്ള വാദ്യോപകരണങ്ങൾ വിതരണം ചെയ്യും. ന്യൂസ് ബ്യൂറോ, ഫോർട്ട് കൊച്ചി.